ഇറ്റലി വന്നിട്ട് ബീച്ചിൽ പോയില്ലെന്ന് പറഞ്ഞാൽ എല്ലാവരും നമ്മളെ ഓടിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ചൂട് കാലത്ത് എല്ലാവരും ബീച്ചിലായിരിക്കും. അതുകൊണ്ട് നമ്മളും മുൻകൂട്ടി തന്നെ ബീച്ചിലേക്ക് അങ്ങ് യാത്രയായി. നമ്മളിപ്പോൾ ഉള്ളത് നെർവി എന്ന് പറയുന്ന ബീച്ചിലാണ്. വളരെ രസമുള്ളൊരു ബീച്ചാണ്. ഈ ബീച്ചിനോട് ചേർന്ന് തന്നെയാണ് കേട്ടോ നെർവി പാർക്കും ഉള്ളത്. നല്ല അടിപൊളി പാർക്കാണ്. കാരണം അത് ഭയങ്കര വലിയൊരു പാർക്കാണ്. അപ്പം നല്ല ഭംഗിയായിട്ട് കാമാൻ ക്വയറ്റായിട്ടുള്ളൊരു ബീച്ചാണ്. കാരണം വെച്ചാൽ നമ്മുടെ ഗോവയിലൊക്കെ നമ്മൾ കാണുന്ന ആ ഒരു വൈബ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഇവിടെ അത്ര ആൾക്കാരുണ്ടാവില്ല. അവർക്കാർക്കും ചില്ല് ചെയ്യാനുള്ള ഒരു വൈബുള്ള സ്ഥലമല്ല, ജസ്റ്റ് കാണാൻ പറ്റുന്ന ഒരു ബീച്ചാണിത്. അപ്പോൾ അങ്ങനെയുള്ള ബീച്ചുകൾ ഒത്തിരി ഉണ്ട്. ഞാൻ ഇനിയും അടുത്തടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ കാണാൻ പറ്റൂ കേട്ടോ. അടിപൊളി വൈബുള്ള ബീച്ചുകൾ ഒത്തിരി ഉണ്ട്. ഈ ബീച്ചിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഫോട്ടോസ് എടുക്കുക, നമുക്ക് കാണാം, അത്ര കാമായിട്ടായിരിക്കും കേട്ടോ ഈ സ്ഥലം ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു റഷ് ഇവിടെ തോന്നിയില്ല. പക്ഷെ നമുക്ക് തോന്നിയൊരു കാര്യം വളരെ ഭയങ്കര കാറ്റാണ്. ആ കാറ്റ് നിങ്ങൾക്ക് ഇടയ്ക്കൊക്കെ എൻ്റെ ഈ ഒരു വീഡിയോയിൽ കാണാനായിട്ട് പറ്റും. പക്ഷേ എന്നിരുന്നാൽ കൂടി അടിപൊളി ഒരു വൈബായിരുന്നു കേട്ടോ. നമ്മൾ കൂടുതൽ ട്രാവൽ ചെയ്യാനായിട്ട് എല്ലാവരും നോക്കുക. നമ്മുടെ മൈൻഡൊക്കെ അത്ര ഒരു പീസ്. അപ്പോൾ ഈ നെർവിയിലെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുക കേട്ടോ. കാരണം ആർക്കാലേ ബീച്ചൊന്നും ഇഷ്ടപ്പെടാത്തത് അല്ലേ? എല്ലാവർക്കും ബീച്ച് ഭയങ്കര ഒരു ഹരം തന്നെയല്ലേ? എനിക്കും ബീച്ച് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മുടെ നാട്ടിലൊന്നും നമ്മൾ ഒത്തിരി നേരം ബീച്ച് ചിലവാക്കുന്നവരാണ് എല്ലാവരും എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും ഞാൻ കോഴിക്കോട് സൈഡിലൊക്കെ ആയിരുന്നപ്പം ഞാൻ എപ്പോഴും ബീച്ചിലേക്ക് പോകാനായിട്ട് ആഗ്രഹിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ട്രാവലുമായിട്ട് ഇനിയും കാണാം. ബൈ.